ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി വിഷു ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വിഷുവിന് ശേഷം എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ വന്നു ചേരുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. വിവാഹ നക്ഷത്ര പൊരുത്തങ്ങൾ നോക്കുന്നതിനോ, തൊഴിൽ തടസ്സങ്ങൾ നോക്കുന്നതിനോ, മറ്റ് ഭൂമി വാങ്ങുന്നതിനുള്ള തടസ്സമായാലും, വാഹനം വാങ്ങുന്നതിനുള്ള തടസ്സമായാലും, വിദ്യാ തടസ്സമായാലും ഇതൊക്കെ നോക്കുന്നതിന് അവസരമുണ്ടായിട്ടുണ്ട്. കന്നി രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം അഭിവൃദ്ധികൾ ഈ വിഷുവിന് ശേഷം വന്നിച്ചു. വിഷു എന്നത് മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ആ സമയമാണ്. അത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി വെളുപ്പിന് 3:21 മേടം രാശിയിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്നത്. ആദിത്യൻ ജ്യോതിഷത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഗ്രഹമാണ്. അത് തൻ്റെ ഏറ്റവും പവർ കൂടിയ രാശിയിലേക്കാണ് മാറുന്നത്. അതായത് ഉച്ചരാശി. ഓരോ ഗ്രഹത്തിനും അതിൻ്റെ ഉച്ചരാശി, നീചരാശി, സ്വക്ഷേത്രം, മിത്രക്ഷേത്രം, ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം, മൂലത്രികോണം, അങ്ങനെയൊക്കെ രാശികൾ പ്രത്യേകമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പൂർണ്ണ ബലവാനായിട്ടാണ് ആദിത്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയുള്ള ഈ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ ആദിത്യൻ പ്രവേശിക്കുമ്പോൾ, മേടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ് അതെല്ലാം വിലയിരുത്തിയതിനു ശേഷമാണ് വിഷുഫലം പറയുന്നത്. കന്നി രാശിക്കാർക്ക് വളരെയധികം അഭിവൃദ്ധികൾ വന്നിച്ചു. അതായത് പല വിധത്തിലും എന്ത് ഒരു കാര്യവുമില്ലാതെ പലവിധ രോഗങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. പരിശോധിക്കുമ്പോൾ പോലും വിശദമായ വിദഗ്ധമായ പരിശോധന ചെയ്യുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് പറയുക ഡോക്ടർമാർ. പക്ഷേ രോഗം കാരണം ഒരു രക്ഷയില്ല, അതിനൊരു കാരണവുമില്ല. രാവിലെ രോഗം വൈകിട്ട് മാറും, വൈകിട്ട് രോഗം രാവിലെ മാറും. അങ്ങനെ പല വിധത്തിലും മാനാപമാനങ്ങൾ ഉണ്ടായിട്ടുള്ളവർ, അത് മനസ്സറിയാത്ത കാര്യത്തിന് പോലും മാനാപമാനങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഉണ്ട്. അവർക്കൊക്കെ ഈ വിഷുവിന് ശേഷം അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ വന്നു ചേരുക തന്നെ ചെയ്യും, അതിനെ സംശയിക്കേണ്ട. അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ. ദാമ്പത്യ ജീവിതം അലോസരമായാൽ പിന്നെ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ഉള്ളവർ. ഇപ്പം മാതാപിതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ കുട്ടികളെയും അവർ ബാധിക്കും. അതുപോലെ തന്നെ യുവതി-യുവാക്കൾ പ്രശ്നത്തിലായാൽ അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികൾക്കും ഒക്കെ പ്രശ്നത്തിലാവും. അങ്ങനെ നോക്കുമ്പോൾ ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെയധികം ദുഃഖവും ദുരിതവും കഷ്ടതകളും ഒക്കെ കഴിഞ്ഞു പോയ ഈ ഒരു വർഷം സൂചകമാണ്. എന്നാൽ ഈ വിഷുവിന് ശേഷം അവർക്ക് അത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുന്നതിനും ഒരുമിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഈ വർഷം സാധിക്കും എന്നുള്ളതാണ് ഉറപ്പാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിച്ചിട്ട് ഒരു തരത്തിലും നടക്കാതെ വന്ന ഒരു വർഷമായിരിക്കാം ഈ ഒരു വർഷം കഴിഞ്ഞു പോയത്. എന്നാൽ വരുന്ന ഈ വിഷുവിന് ശേഷം വിവാഹം വാക്കാവുകയും നടക്കുകയും സന്തോഷകരമായ കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്യാൻ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക്. അതായത് ആദിത്യൻ രാശി മാറുന്ന വിഷുഫലം എന്ന് പറയുന്നത് ഒരാളുടെ ജാതകമോ ഗോചരഫലങ്ങളോ മാത്രം നോക്കിയിട്ടല്ല, അതൊന്നും നോക്കാതെ ഉള്ള ഒരു രാശിയുടെ ഗണനയാണ് പറയുന്നത്.
ഒരാൾ കൈനീട്ടം വാങ്ങിയാൽ ചിലരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ എന്തൊരു ഐശ്വര്യമാണ്. ചിലർ 1-ാം തീയതി വന്ന് കയറിയാൽ എന്ത് ഐശ്വര്യമാണ് ആ ഒരു മാസത്തേനല്ലേ ഒരു വർഷത്തേന് എന്നൊക്കെ പറയുന്നത് പോലെ ഈ വിഷുഫലം കന്നിരാശിക്കാർക്ക് സമ്പൽ സമൃദ്ധിയുടെ വർഷമാണ്. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതിനോ ഭൂമി വാങ്ങുന്നതിനോ ആഗ്രഹിക്കുന്നതിനോ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനും ഒക്കെ യോഗമുണ്ട്. ദൈവാനുഗ്രഹത്താൽ പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ചൊരു നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുണ്ട്. ഉള്ള ജോലിയിലെ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടാത്തവർക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതിനോ ഇപ്പോൾ ഉള്ള ജോലിക്ക് ഒരു പ്രമോഷൻ കിട്ടുന്നതിനോ സ്ഥിരപ്പെടുന്നതിനോ ശമ്പളം വർധനം ഉണ്ടാകുന്നതിനോ കാര്യസാധ്യത്തിനും ഒക്കെ യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും യോഗമുള്ള ഭാഗ്യമുള്ള ഒരു വർഷമാണ് ഈ ഒരു വിഷുവിന് ശേഷം കാണുന്നത്. അത് കൊച്ചു കുട്ടികൾക്കും വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും പ്രായമായവർക്കും ഒക്കെ വളരെ നല്ലതാണ്. മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു വിഷു ആശംസ.